അപ്പോൾ നമ്മുടെ ഈ കുട്ടികളെ ആരോഗ്യ പരിശോധനയ്ക്കായി സസൂൺ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മുടെ പോലീസ് സംഘം 8 മണിയോടുകൂടി അവിടെ എത്തും. അതിനുശേഷം ഇവരെ കാണും, വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കും, വളരെ ചുരുങ്ങിയ പരിമിതമായ ചില നിയമ നടപടികൾ പൂർത്തിയാക്കും. അതിനുശേഷം കുട്ടികളെ നാട്ടിലേക്ക് എത്തിക്കും. അതിനപ്പുറമായി പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? തീർച്ചയായും ഇനിയിപ്പോൾ കേരള പോലീസ് വന്ന് കുട്ടികളെ സ്വീകരിക്കുകയാണ് ഇനിയിപ്പോൾ ഉള്ള ഒരു നടപടിക്രമം. അതിന് കുറച്ച് താമസമുണ്ടാവും എന്നതാണ് മനസ്സിലാക്കുന്നത്. 6 മണിക്ക് എറണാകുളത്ത് നിന്ന് കൊച്ചിയിൽ നിന്നുള്ള വിമാനമാണ്. 8 മണിയോടെ മുംബൈയിൽ എത്തിയാലും പിന്നീട് റോഡ് മാർഗമാണെങ്കിൽ പിന്നീട് വീണ്ടും ഒരു 4 മണിക്കൂർ കൂടി സമയമെടുക്കും. അങ്ങനെയെങ്കിൽ ഏതാണ്ട് 12 മണി കഴിയും. 1 മണിയോട് അടുക്കുകയോ 1 മണി കഴിയുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് പൂനെയിലേക്ക് എത്തുമ്പോഴേക്ക്. അതിനുശേഷമായിരിക്കും നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കി വളരെ വേഗത്തിൽ തന്നെ അവരെ ഇവിടുന്ന് കൊണ്ടുപോവുക. അതുവരെ ഇപ്പോൾ സസൂൺ ആശുപത്രിയിൽ കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ട്. അവർക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്നൊന്ന് ഉറപ്പിക്കാൻ കൂടി വേണ്ടിയാണ് ഒരു നടപടിക്രമവുമാണത്. അതിനുശേഷം പിന്നീട് ഒരു കെയർ ഹോമിലേക്ക് കുട്ടികളെ മാറ്റുകയും ചെയ്യും. അവിടെയായിരിക്കും പിന്നീട് കുട്ടികൾ ഉണ്ടാവുക. പിന്നീട് കേരള പോലീസ് എത്തിയതിനു ശേഷം അവർക്ക് കൈമാറും. അവരുമായി പോലീസ് തിരികെ നാട്ടിലേക്ക് പോവുകയും ചെയ്യും. നാട്ടിലെത്തിയതിനു ശേഷം മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ അവിടെയായിരിക്കും. കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങളൊക്കെ അവിടെയായിരിക്കും പൂർത്തിയാക്കുക. അതിനുശേഷം ബന്ധുക്കളോടൊപ്പം കുട്ടികളെ വിട്ടു നൽകുകയും ചെയ്യും. അതിന് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നില്ല. കുട്ടികളും വീട്ടുകാരോട് വലിയ സ്നേഹത്തിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഈ തുടക്കത്തിൽ ഉണ്ടായിരുന്നൊരു നിലപാടൊന്നും കുട്ടികൾക്കില്ല എന്നതാണ്. കുട്ടികളെ ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളൊക്കെ ഈ സമയം കുട്ടികൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുകയോ അതിനെക്കുറിച്ച് ആലോചിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അവർ തിരികെ വീട്ടിലേക്ക് മടങ്ങാൻ തയ്യാറാണ് എന്നതാണ് കുട്ടികൾ പറയുകയും ചെയ്തത്. അവർക്ക് വലിയ ഒരു സന്തോഷം ഈ ഘട്ടത്തിലുണ്ട്. കാരണം വീട്ടുകാരൊക്കെ വിളിച്ച് സംസാരിച്ചപ്പോഴും വലിയ സ്നേഹത്തോടെയാണ് സംസാരിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തിരികെ പോകുന്നതിനെക്കുറിച്ച് അവർക്കുള്ള ആശങ്ക അത് ഈ തിരികെ നാട്ടിലെത്തുമ്പോൾ നാട്ടിൽ നിന്നുള്ള പ്രതികരണം എന്തായിരിക്കും എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ആശങ്കയാണ്. അത് സ്വാഭാവികമാണ്, അത്തരം ആശങ്കകളൊക്കെ തന്നെ. അതിനപ്പുറത്തേക്ക് കുട്ടികൾ വലിയ സമ്മർദ്ദം ഈ ഘട്ടത്തിൽ അനുഭവിക്കുന്നില്ല എന്നാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും അവരുടെ പെരുമാറ്റത്തിൽ നിന്നുമൊക്കെ തോന്നുന്നത്. ഒരു അബദ്ധം പറ്റിപ്പോയി എന്നുള്ള നിലയിലാണ് അവർ പ്രതികരിക്കുന്നതും. ഇനിയിപ്പോൾ തിരിച്ച് നാട്ടിലെത്തുമ്പോൾ അവർക്ക് കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കുന്ന ഒരു ഘടകവും അവിടെ ഉണ്ടാവാൻ പാടില്ല. അവർക്ക് നിലവിൽ എന്തെങ്കിലും സമ്മർദ്ദമുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണം. മാത്രമല്ല ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ ഒക്കെ തന്നെ മറികടക്കാനുള്ള കരുത്ത് അവരുടെ മനസ്സിന് ഉണ്ടാകണം. ആ തരത്തിൽ മനസ്സിനെ പാകപ്പെടുത്തണമെങ്കിൽ അവർക്ക് ചുറ്റുമുള്ള അവരുടെ ചുറ്റുപാടുകൾ ആ തരത്തിൽ അനുഭാവപൂർവ്വം അവരോട് പെരുമാറുകയും അത്തരം പാഠങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ വേണം. അതുകൊണ്ട് ഒരു തിരുത്തൽ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ അത് ഈ 2 വ്യക്തികൾക്ക് മാത്രമല്ല, ആ വ്യക്തികളുടെ ചുറ്റുപാടുകൾക്കും ഉണ്ടാവേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള കൗൺസിലിംഗ് അടക്കമുള്ള സഹായം കുട്ടികൾക്ക് വേണമെങ്കിൽ അതും നൽകേണ്ടത് ഈ സംവിധാനങ്ങളുടെയൊക്കെ തന്നെ ബാധ്യതയാണ്. എങ്കിൽ മാത്രമേ കുട്ടികളെ തിരികെ കിട്ടുമ്പോഴും അവരെ സാധാരണ ജീവിതത്തിലേക്ക് നയിക്കുക എന്ന പരമപ്രധാനമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആ തരത്തിലുള്ള അനുഭാവപൂർവമായ ഇടപെടൽ കുട്ടികൾ അർഹിക്കുന്നുണ്ട്. അതവർക്ക് കിട്ടുകയും വേണം. അതിനാണ് യഥാർത്ഥത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ പ്രാധാന്യം. അതിനൊപ്പം തന്നെ രജിസ്റ്റർ ചെയ്ത കേസിൽ കുട്ടികൾ എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ പോലീസിന് ഔദ്യോഗികമായി നിയമപരമായ അന്വേഷണങ്ങൾക്കൊടുവിൽ ഒരു ഉത്തരം കണ്ടെത്തി. അത് കുട്ടികളോടൊപ്പം വന്ന ആളോ പറയുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ, വ്യക്തത ഒക്കെ നൽകേണ്ടത് ആ സംവിധാനങ്ങളാണ്, പോലീസാണ്, നിയമമാണ്. ആ നടപടിക്രമങ്ങൾ കൂടി ഒരു വഴിക്ക് നടക്കുകയും വേണം. അവിടെയും വീഴ്ചകളൊന്നും ഉണ്ടാവാൻ പാടില്ല. എന്തെങ്കിലും കാര്യത്തിൽ ഒരു കറക്ഷൻ, ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തൽ, അതൊക്കെ നിയമപരമായി ഉണ്ടാവണമെങ്കിൽ അതും ആ തരത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മാനസികമായി കുട്ടികൾക്ക് വലിയ സമ്മർദ്ദം കൊടുക്കാതെ സാധാരണ ജീവിതത്തിലേക്ക് അവരെ നയിക്കാനുള്ള ഒരു പാകം അത് ഈ സമൂഹത്തിനും അവരുടെ ചുറ്റുപാടുകൾക്കും ഒക്കെ തന്നെ ഉണ്ടാവണം. അത് ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്തരം പല സാഹചര്യങ്ങൾ കൂടി കടന്നുപോയത് കൊണ്ടാവും ഒരുപക്ഷെ കുട്ടികൾ കടുത്ത സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയാത്ത ഒരു നിമിഷത്തിലായിരിക്കാം ഇങ്ങനെയുള്ള ചില തീരുമാനങ്ങളിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാവുക. അങ്ങനെയുള്ള കുട്ടികൾക്ക് അത്തരം തീരുമാനങ്ങളെ ഒക്കെ അതിജീവിക്കാനുള്ള കെൽപ്പുണ്ടാവണമെങ്കിൽ അത്തരം പിന്തുണ അവരുടെ ചുറ്റുപാടുകളിൽ നിന്നുണ്ടാവണം. അതുണ്ടാവട്ടെ. അതിനുള്ള ഒരു ആലോചനയും ചിന്തയും ആവട്ടെ ഈ ഒരു സംഭവം ആളുകൾക്ക് വെറുമൊരു ഓർമ്മയായി മാറിപ്പോവാതെ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ അത് ഉണ്ടാവുകയും വേണം. അതുകൊണ്ട് കുട്ടികൾ വലിയ സമ്മർദ്ദമില്ലാതെ ഇവിടുന്ന് പോകുമ്പോഴും അവർക്കുള്ളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സമ്മർദ്ദങ്ങളെക്കുറിച്ചൊരു ബോധം ചുറ്റുമുള്ള ആളുകൾക്ക് ഉണ്ടാവട്ടെ.
വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ അവർ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തട്ടെ. ഏതായാലും പൂനെയിൽ ശരി ശ്രീനാഥ്, എന്തായാലും പൂനെയിൽ അവർ സുരക്ഷിതരാണ്. അവരെ ഇപ്പോൾ ആരോഗ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ്. അതിനുശേഷം അവരെ ഒരു കെയർ ഹോമിലേക്ക് മാറ്റും. മലയാളി സന്നദ്ധ പ്രവർത്തകരും റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥരും അവിടെയുള്ള മാധ്യമപ്രവർത്തകരും ഒക്കെ അടക്കം അവർക്ക് പൂർണ്ണ പിന്തുണ ഇപ്പോൾ നൽകുന്നുണ്ട്. അപ്പോൾ തുടർന്നും അവർക്കും മാതാപിതാക്കൾക്കും അവരുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അതേപോലെ തന്നെ സ്കൂൾ അധ്യാപകർക്കും സ്കൂൾ അധികൃതർക്കും ഒക്കെ അത്തരത്തിലുള്ള ഒരു പിന്തുണ ആവശ്യമാണ്. ഈ പല കോണുകളിൽ നിന്നും ഓരോരുത്തരെയും ഏത് രീതിയിൽ കുറ്റപ്പെടുത്താമെന്ന രീതിയിലുള്ള ചിന്തയും അത്തരത്തിലുള്ള കുറ്റപ്പെടുത്താനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ മുൻകൂട്ടി കാണുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ വ്യക്തികളും, അത് മാതാപിതാക്കളായാലും കുട്ടികളായാലും ഇവരൊക്കെ ഇനിയും അവരുടെ ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും ഒക്കെ പൊതുസമൂഹത്തിലേക്ക് പുറത്തിറങ്ങി നടക്കേണ്ടവരാണ്. അപ്പോൾ നമുക്കും നമ്മുടെ കുടുംബത്തിലും ഒക്കെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് അത് മനസ്സിലാക്കി ഇത് മറ്റൊരാൾക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമല്ല, നമുക്കും സംഭവിക്കാം. അപ്പം നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രതികരണം മോശമായാൽ നമ്മളെ അതെങ്ങനെ ബാധിക്കുമെന്ന് കൂടി ചിന്തിച്ച് നമ്മൾ പ്രതികരിക്കാൻ ശ്രമിക്കുക.